റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സസ്പെൻഷനിലായ 6 ഡിവൈഎസ്പിമാരെ തിരിച്ചെടുക്കാൻ നീക്കം. തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് പോക്സോ കേസിൽ പ്രതിയായ ഡിവൈഎസ്പി ഉൾപ്പെടെ തിരിച്ചെടുക്കുന്നത്. 6 പേരെയും ഇന്നലെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി. ഇവർക്കെതിരായ വകുപ്പുതല അന്വേഷണങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് നീക്കം. ഹരിമോഹൻ ഉണ്ട്. ഹരി, തെരഞ്ഞെടുപ്പ് കാലമാണ്, ഡ്യൂട്ടിക്ക് വേണ്ടത്ര മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരില്ല. എന്തുകൊണ്ടാണോ ഗുരുതരമായ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ തിരികെ എടുക്കാൻ തീരുമാനമായിരിക്കുന്നത്? ഈ പോക്സോ കേസിലൊക്കെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും, ഹരി? അരുൺ, തീർച്ചയായിട്ടും അതൊരു ചോദ്യമാണ്. പത്തനംതിട്ടയിലടക്കം പ്രതികളായിട്ടുള്ള, ഈ പോക്സോ കേസിലടക്കം പ്രതികളായിട്ടുള്ള ഡിവൈഎസ്പിമാരെയാണ് ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് ആസ്ഥാനം എത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് മുന്നിൽ ഇതിന്റെ അപേക്ഷ ഇന്നലെ എത്തിക്കഴിഞ്ഞു. ഇന്നലെ ഈ 6 ഡിവൈഎസ്പിമാരെ, അതായത് ഉമേഷ് അടക്കമുള്ള, പത്തനംതിട്ടയിലെ ടി രാജപ്പൻ അടക്കമുള്ള ഡിവൈഎസ്പിമാരെ തലസ്ഥാനത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ഇവരിൽ നിന്ന് അപേക്ഷ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആ അപേക്ഷ ആഭ്യന്തര വകുപ്പിന് മുന്നിലുണ്ട്. അതായത് ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണം കഴിഞ്ഞ കുറേയധികം മാസങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടില്ല. ആ അന്വേഷണം പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഇവർക്കെതിരായിട്ടുള്ള നടപടി ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടുതലായി വേണം. പല ട്രാൻസ്ഫറുകളും സ്ഥലം മാറ്റങ്ങളും നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ ക്ഷാമം വലിയ രീതിയിലുണ്ട്. അതുകൊണ്ട് പല ട്രാൻസ്ഫറുകളും നടക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നൽകുന്ന വിശദീകരണം. അപ്പോൾ താൽക്കാലികമായി, അതായത് തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും ഇവരെ തിരിച്ചെടുക്കുക എന്നുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവരെ തിരിച്ചെടുത്തുകൊണ്ടുള്ള നടപടി പിൻവലിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊന്നും തന്നെ അന്വേഷണം പൂർത്തിയാകാത്ത ഘട്ടത്തിൽ തിരിച്ചെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ പിന്നീട് പറഞ്ഞു വിട്ടിട്ടില്ല. അവരെ അവിടെ തന്നെ നിലനിർത്തുകയാണ് ചെയ്തത്. ഇവിടെയും സാഹചര്യം മറ്റൊന്നായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആഴ്ച തന്നെ ഇവരെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ആഭ്യന്തര വകുപ്പിൽ നിന്ന് വരും. അരുൺ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.